പറപ്പൂർ വീണാലുക്കലിൽ ഉമ്മയെയും 2 മക്കളെയും കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുളിക്കാനും വസ്ത്രമലക്കാനും കുളത്തിൽ പോയ ഉമ്മയും മക്കളും മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പൂർ വീണാലുക്കൽ പരേതനായ കമ്മൂറ്റിക്കൽ മൊയ്തീന്റെ ഭാര്യ 50 വയസ്സുള്ള സൈനബ, മക്കളായ 20 വയസ്സുകാരൻ മുഹമ്മദ് ആഷിഖ്, 18 വയസ്സുകാരി ഫാസില ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. വൈകുന്നേരം പറപ്പൂർ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള താഴേക്കാട്ടുംപടി പാടത്തെ കുളത്തിങ്കൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഫാസിലയുടെ മൃതദേഹം പൊന്തിയ നിലയിൽ കാണുകയായിരുന്നു. ഇതുവഴി പോയ അതിഥി തൊഴിലാളിയാണ് ഫാസില മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മറ്റു 2 പേരെയും കണ്ടെത്തിയത്. കോട്ടയ്ക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ഇവിടെ കുളിക്കാൻ വന്നത് പറഞ്ഞത്, പിന്നെ ഇവിടെ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 4 മണി കഴിഞ്ഞ ശേഷം ഒരു ബംഗാളി വന്നപ്പോൾ ഒരു കുട്ടീനെ ഇവിടെ മേലെ പൊങ്ങി കിടക്കുന്നത് കണ്ടപ്പോഴാണ് വന്ന് എടുത്തത്. എടുത്ത ശേഷം കുട്ടീൻ്റെ ആങ്ങളെ വന്ന് കണ്ട് പറഞ്ഞു, ഉമ്മയുണ്ട് ജ്യേഷ്ഠനുണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞത്. അവർ പിന്നെ വന്നിട്ട് വെള്ളത്തിൽ മുങ്ങി നോക്കിയപ്പോൾ 2 വെള്ളത്തിൻ്റെ അടിയിൽ എടുത്തത്. മൂവരും കുളിക്കാനും അലക്കാനും വന്നതായിരുന്നു. എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നത് വ്യക്തമായിട്ടില്ല. ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നും സംശയമുണ്ട്. ഇവർക്ക് 3 മക്കളാണുള്ളത്. ഒരാൺകുട്ടി ഇവരുടെ കൂടെ കുളത്തിലേക്ക് വന്നിരുന്നില്ല. മൊയ്തീൻ മധുര സ്വദേശിയാണ്. സൈനബ കണ്ണൂർ സ്വദേശിയാണ്. ഭർത്താവിന്റെ കൂടെ ജോലിക്ക് വന്നതായിരുന്നു. ഇതിനിടെ ഭർത്താവ് മരണപ്പെട്ടു. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വീണാലുക്കൽ പൗരസമിതി വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതിനിടെയാണ് ദാരുണമായ സംഭവം. മൃതദേഹങ്ങൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെങ്ങര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.